വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ സിനിമ എന്ന സ്വപ്നത്തിലേക്ക് കാലെടുത്തു വച്ചു. ആ സിനിമയിലെ നായകനെ നോക്കി കൂട്ടം കൂടി നിന്നവർ അയാളിലെ കഴിവ് പോലും അളക്കാതെ കൂക്കി വിളിച്ചു. ആ സിനിമയുടെ സെക്കൻഡ് ഷോ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത് വരെ ആ കൂക്കുവിളികൾക്ക് ആയുസ്സുണ്ടായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ. അവഹേളിച്ചവർക്ക് മുന്നിൽ ആകാശം മുട്ടെ വളർന്നപ്പോൾ ചുറ്റിലും കൂടിയവർ തിരമാലകൾ പോലെ വർദ്ധിച്ചു. നെഞ്ചു വിരിച്ച് ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിന്ന് അയാൾ എല്ലാവരോടുമായി ഇങ്ങനെ പറഞ്ഞു, എന്റെ വിധി, എന്റെ തീരുമാനങ്ങൾ. ഇന്ന് ഇന്ത്യ മൊത്തം വളർന്ന ബ്രാൻഡ് നെയിം, ഒറ്റ പേര്, DQ. ഹാപ്പി ബർത്ത്ഡേ ദുൽഖർ സൽമാൻ. ഏറ്റവും ക്രൗഡ് പുള്ളിംഗ് കപ്പാസിറ്റി ഉള്ള യുവ നടനിലേക്കുള്ള ദുൽഖറിന്റെ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പുതിയ ജോണറിലുള്ള സിനിമകൾ സെലക്ട് ചെയ്യുന്നതിൽ അയാൾ ഒരു മടിയും കാണിച്ചില്ല. ഹർഷവർദ്ധനും കാസിയും ആദിയും ജോമോനും ഫൈസിയും ചാർലിയുമെല്ലാം അയാളുടെ കഴിവിനെ, അയാളിലെ നടനെ അതിർത്തികൾക്കപ്പുറം അറിയിച്ചു. സാധാരണ പെൺകുട്ടികളെ കാണുമ്പോൾ ഇവന്റെ ഒരു ബാറ്ററി ചാർജിങ് ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഏൽക്കാൻ പോകും. തന്റെ പ്രിയപ്പെട്ട ബുള്ളറ്റിൽ മലനിരകൾ കയറി ചെന്ന് അസിയെ സ്വന്തമാക്കുന്ന കാസിയോളം നമ്മളെ കൊതിപ്പിക്കുന്ന മറ്റേത് കാമുകനുണ്ട്? അതിതീവ്ര പ്രതികാരത്തിന്റെ കഥ പറഞ്ഞ തീവ്രത്തിലെ ഹർഷവർദ്ധനെ എത്ര മനോഹരമായാണ് DQ അവതരിപ്പിക്കുന്നത്. അപ്പന്റെ ആത്മാഭിമാനം തിരിച്ചു പിടിക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന, അപ്പനെ സ്നേഹം കൊണ്ട് മൂടുന്ന ജോമോൻ പ്രേക്ഷകന്റെ ഹൃദയത്തിൽ കയറി പറ്റുന്നുണ്ട്. എന്ത് പോക്കർത്തരം കാണിച്ചാലും അവസാനം അവന്റെ ഒരു നമ്പർ, സ്റ്റിൽ ഐ ലവ് യു, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമേൻ. ഒരു സാധാരണ മലയാളി യുവാവിന്റെ എല്ലാ ജീവിത സന്ദർഭങ്ങളിലൂടെയും അവന്റെ ആഗ്രഹങ്ങളിലൂടെയും അവന്റെ സ്വപ്നങ്ങളിലൂടെയും എല്ലാം വ്യത്യസ്തങ്ങളായ ദുൽഖർ കഥാപാത്രങ്ങൾ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ആ സഞ്ചാരം അയാളെ മലയാളികളുടെ മനസ്സിൽ യൂത്ത് ഐക്കണായി പ്രതിഷ്ഠിച്ചു. അന്യഭാഷകളിലേക്ക് ചേക്കേറുമ്പോഴും അവിടുത്തെ രണ്ടാം നിര കഥാപാത്രങ്ങളായി മാറി നിൽക്കാതെ ആ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായി ദുൽഖർ നിറഞ്ഞാടി. മികച്ച നിലവാരത്തിലുള്ള കൊമേഴ്ഷ്യലി സക്സസ് ആയ അന്യഭാഷാ ചിത്രങ്ങളിലൂടെ DQ എന്ന ബ്രാൻഡ് ഒരു പാൻ ഇന്ത്യൻ ഹൈറ്റിലേക്ക് വളർന്നു കഴിഞ്ഞു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അയാൾ മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കാനായി മടങ്ങി വരാൻ തയ്യാറെടുക്കുകയാണ്. ആ സിനിമ കയറി കൊളുത്തിയാൽ അയാളെ നെഞ്ചിലേറ്റുന്ന ഓരോ മലയാളിയും തിയേറ്ററിലേക്ക് ഇരച്ചെത്തും. തിയേറ്ററുകൾ പൂരെ പറമ്പാകും. മലയാള സിനിമയുടെ ബ്രാൻഡ് നെയിം DQന് ആ ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ DQ.